ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഞങ്ങൾ ഇന്നൊരു വൺ ഡേ ട്രിപ്പ് പോകുന്നുണ്ട്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ ഫാമിലിയും അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അയൽവാസികളുണ്ട്. ഫ്രണ്ട്സൊക്കെ അയൽവാസികളാണ് കേട്ടോ. എല്ലാവരും ചേർന്ന് കണ്ണൂരൊക്കെ ഒരു വൺ ഡേ ട്രിപ്പ് പോക്കാന്ന്. ഉച്ചക്ക് 2:30 മണിക്ക് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നത് കണ്ണൂർ അറക്കൽ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. ഒരുപാട് തവണ കണ്ടാലും പിന്നെയും നമുക്കൊരു ട്രിപ്പ്, അതുപോലെ എവിടെയെങ്കിലും കണ്ണൂർ ഒരു ടൂറിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഈ അറക്കൽ മ്യൂസിയം തന്നെയാണ്. അറക്കൽ മ്യൂസിയത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആദ്യം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണണമെന്ന് തോന്നും. പിന്നെന്താണെന്ന് വിചാരിച്ചാൽ ഞങ്ങൾ കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് ഈ അറക്കൽ രാജവംശം. കണ്ണൂർ ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ അകലെ ആയിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അറക്കൽ മ്യൂസിയം ഉള്ളത്. ഞങ്ങളിപ്പോൾ അറക്കൽ മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഉള്ളിലേക്ക് ദർബാർ ഹാളിലേക്ക് പോകണമെങ്കിൽ മുകളിലാണ് നമ്മൾക്ക് കാണാനുള്ളതൊക്കെ ഉള്ളത്. താലും ഉണ്ട്, എന്നാലും മുകളിൽ ദർബാർ ഹാൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് മെയിനായിട്ട് എല്ലാം കാണാനുള്ളത്. അവിടത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. അറക്കൽ കൊട്ടാരത്തിൻ്റെ ദർബാർ ഹാള് എന്ന് പറയുന്നത് ഇന്ന് സർക്കാരിൻ്റെ കീഴിൽ മ്യൂസിയമായിട്ട് മാറിയിട്ടുണ്ട്. മലബാർ ചരിത്രത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളതാണ് ഈ രാജകുടുംബം. അതുമാത്രമല്ല, ഇന്ന് ഏറ്റവും കൂടുതൽ വിദേശികൾ സന്ദർശിക്കുന്ന ഒരു മ്യൂസിയമാണ് അറക്കൽ മ്യൂസിയം. ഈ കോണിപ്പടികളൊക്കെ മരമാണ് കേട്ടോ. അതുപോലെ ഈ ദർബാർ ഹാളിൻ്റെ ഫ്ലോറും മരത്തിനെ കൊണ്ടാണ് പണി തീർത്തത്. ഇതൊക്കെ അവരെ ബ്രിട്ടീഷുകാരൊക്കെ അന്ന് കയ്യൊപ്പ് പതിച്ച രേഖകളാണ് കേട്ടോ. അവരെ ഓരോ രാജ കുടുംബത്തിൻ്റെ മുദ്രകളും ബ്രിട്ടീഷുകാരെ കയ്യൊപ്പും പതിപ്പുകളാണ് ഇതൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ അറക്കൽ രാജകുടുംബത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആദ്യ രാജാക്കന്മാരെ പോലെ തന്നെ സുൽത്താനന്മാർ, അതായത് ബീവിമാരും ഭരണം ഏറ്റെടുത്തിരുന്നു. അതായത് കുടുംബത്തിൽ ആരാണോ മൂത്തവർ അവർക്കാണ് ഇവിടുത്തെ ഭരണം കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബീവിമാരൊക്കെ സുൽത്താനന്മാരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. എല്ലാ ഭാഷകളും അവർ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഭരണം ഏറ്റെടുക്കുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുമായിട്ട് ഒരുപാട് കച്ചവടമൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അറക്കൽ രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന പൈതൃക വസ്തുക്കളാണ് ഈ ദർബാർ ഹാളിൽ നമുക്ക് കാണാനുള്ളത്. ഖുർആൻ പതിപ്പുകൾ, ബ്രിട്ടീഷുകാർ ഉപയോഗിച്ചിരുന്ന കപ്പുകൾ, കയ്യെഴുത്ത് പതിപ്പുകൾ, രാജമുദ്രകൾ, പഴയകാല ടെലിഫോണുകൾ, ഇതൊക്കെ അന്ന് അവർ ഉപയോഗിച്ച പാത്രങ്ങളാണ്, സ്ഫടികലോഹമായ പാത്രങ്ങളാണ്. ആദ്യ രാജാക്കന്മാർ ഉപയോഗിച്ച പള്ളിയാണിത്.
ഇതൊക്കെ ഇവിടുത്തെ ആദിരാജാക്കന്മാരെയും സുൽത്താനന്മാരെയും ഫോട്ടോകളാണ്, പഴയകാല ഫോട്ടോകൾ. വൈവിധ്യമാർന്ന ചിത്രങ്ങളുണ്ട്, ഓരോ ചിത്രത്തിനും ഓരോ കഥകളുണ്ട് കേട്ടോ. അതൊക്കെ ഈ വീഡിയോയിൽ പറയാൻ നിന്നാൽ വീഡിയോ ലെങ്തായി പോവും. അതുകൊണ്ടാണ് ആ കഥകളൊന്നും ഞാൻ പറയാത്ത. ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടാവില്ലേ. ഓരോ ചിത്രത്തിനും നല്ല അർത്ഥവശമായ കഥകളുണ്ട്. എന്തായാലും ഇതുവരെ ഈ അറക്കൽ മ്യൂസിയം സന്ദർശിക്കാത്തവരാണെങ്കിൽ എന്തായാലും വന്ന് കണ്ടു നോക്ക്. ഇതൊക്കെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ മക്കളായിരിക്കും. എല്ലാവരും വന്ന് മക്കളെയും കൂട്ടിയിട്ട് ഈ അറക്കൽ മ്യൂസിയം ഒന്ന് സന്ദർശിക്കുക. അറക്കൽ മ്യൂസിയത്തിൽ വരുന്നതോടുകൂടി തന്നെ അടുത്ത അറക്കൽ ബീബിമാരുടെയും ആദിരാജാക്കന്മാരുടെയൊക്കെ കഥകൾ പറഞ്ഞു കൊടുക്കുക. ഒരുപാട് കഥകളുണ്ട് കേട്ടോ ഈ അറക്കൽ രാജകുടുംബത്തിനെ പറ്റിയിട്ട്. ഈ ചിറക്കൽ ഇങ്ങനെ അറക്കലായി മാറി. ചിറക്കലാണ് ആദ്യം ഉണ്ടായത്, അപ്പോൾ അവിടെ നിന്നാണ് ഈ അറക്കലായിട്ട് മാറിയത്. അപ്പോൾ ഈ അറക്കലും ചിറക്കലും തമ്മിലുള്ള വ്യത്യാസങ്ങളും ചിറക്കൽ എങ്ങനെ അറക്കലായി മാറി, അവിടുത്തെ തമ്പുരാട്ടിയാണ് ഇവിടുത്തെ ബീവിയായിട്ട് മാറിയത്. അപ്പോൾ അങ്ങനെയുള്ള കഥകളൊക്കെ മക്കൾക്ക് പഴയകാല കഥകളൊക്കെ ഇത് കാണുന്നതോടൊപ്പം തന്നെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ടേക്ക് കെയർ, ബൈ ബൈ.